നമുക്ക് ഒരു ഹദീസ് കേൾക്കാം. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയെ, ഞാൻ ഒരാൾക്ക് ഒരു കുതിരയെ ഹദിയ നൽകി. നല്ല മുന്തിയ ഇനം ഒരു കുതിരയാണ്. ഞാൻ അത് അദ്ദേഹത്തിന് ഹദിയായിട്ട് നൽകിയതാണ്. പക്ഷേ അദ്ദേഹം ഹദിയ സ്വീകരിച്ചു. അദ്ദേഹം വേണ്ട രൂപത്തിൽ ആ കുതിരയെ പരിചരിക്കുന്നില്ല, പരിപാലിക്കുന്നില്ല. അദ്ദേഹം വേണ്ട രൂപത്തിൽ അതിനെ ശ്രദ്ധിക്കുന്നില്ല എന്ന് എനിക്ക് ബോധ്യമായി. ഞാൻ അതിനെ തിരിച്ചു വാങ്ങാൻ ഉദ്ദേശിക്കുകയാണ് നബിയെ. ഞാനത് തിരിച്ചു വാങ്ങിയിട്ടില്ല എങ്കിൽ ചിലപ്പം ആ മുന്തിയ ഇനം കുതിരയെ അദ്ദേഹം ചെറിയ കാശിന് ആർക്കെങ്കിലും വിൽപ്പന നടത്തും. അതും വലിയൊരു പ്രയാസമുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഞാനത് തിരിച്ചു വാങ്ങട്ടെ എന്ന് പരിശുദ്ധ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. ആ സമയത്ത് മുത്തുനബി ഉമർ തങ്ങളോട് പറയുന്നുണ്ട്, ഉമർ, നിങ്ങളത് ഒരിക്കലും തിരിച്ചു വാങ്ങരുത്. അദ്ദേഹം ഒരു വെള്ളിക്കാശിന് ആ കുതിരയെ മറ്റൊരാൾക്ക് വിൽപ്പന നടത്തിയാലും ശരി, നിങ്ങൾ ഒരിക്കലും അത് തിരിച്ചു വാങ്ങരുത്. കൊടുത്ത മുതൽ അത് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും തിരിച്ചു വാങ്ങുക എന്നുള്ളത് ഛർദ്ദിച്ച മുതൽ തിന്നുന്നത് പോലെയാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നമ്മൾ ഛർദ്ദിച്ചിട്ടുള്ള മുതൽ അത് തിരിച്ച് തിന്നുന്നത് പോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ള ദാനം അത് തിരിച്ചു വാങ്ങുക എന്നുള്ളത്. അത് വളരെ ഗൗരവമേറിയിരിക്കുന്ന ഒരു വിഷയമാണ് എന്ന് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മൾ തിരിച്ചു വാങ്ങുക എന്നുള്ളത് വലിയ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഇത് സ്വഹീഹുൽ ബുഖാരി 1590 ഹദീസായിട്ട് രേഖപ്പെടുത്തിയ വിഷയമാണ്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.